ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും JSK എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി മുൻപോട്ട് വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ ആദ്യം എത്തുകയും നിങ്ങൾക്കത് നോക്കി പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അക്കൗണ്ടൻസി ആഴത്തിൽ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് അക്കൗണ്ടൻസിയുടെ വാക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിത് 10ാം ക്ലാസ് വരെ കേൾക്കുവാൻ ഒരു സാധ്യതയുമില്ല. +1 കയറി കഴിയുമ്പോഴാണ് നമ്മൾ പുതിയ വാക്കുകൾ കേൾക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ കുറച്ച് വാക്കുകൾ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ഞാനത് ഏറ്റവും ലളിതമായ രീതിയിൽ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കത് നല്ലതുപോലെ മനസ്സിലാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോൻ്റെ ആദ്യത്തെ വാക്കാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനം. ഇവിടെ സാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 10,000 രൂപ ആദ്യം ബിസിനസ് തുടങ്ങാൻ നേരം അതിൽ നിക്ഷേപിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ സാബുവിനെ നമുക്ക് പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ 10,000 രൂപയുടെ കൂടെ തന്നെ 5,000 രൂപയുടെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധന സാമഗ്രികൾ ഈ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചു. കമ്പനി മുൻപോട്ട് പോകാൻ വേണ്ടി അതിലേക്ക് നിക്ഷേപിച്ചു. അപ്പം ആ 10,000 രൂപയും 5,000 രൂപയുടെ ഗുഡ്സും ഇത് രണ്ടും കൂടെ ചേർന്ന് 15,000 രൂപ. ഈ 15,000 രൂപയാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം, ആദ്യത്തെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനി മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള ആദ്യത്തെ നിക്ഷേപം എന്ന് നമുക്ക് പറയാം. ഈ ക്യാപിറ്റലിനെ നമുക്ക് നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്നൊക്കെ വിളിക്കാൻ പറ്റും. ഇത് നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ നല്ലതുപോലെ നമുക്ക് പഠിക്കാൻ പറ്റും. ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി. എന്താണ് ലയബിലിറ്റി, എന്താണ് അസറ്റ്, ഇതൊക്കെ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്കാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചിത്രകല അല്ലെങ്കിൽ പടം വരപ്പ് ഇതൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേങ്കിൽ അക്കൗണ്ടൻസിയിൽ ഡ്രോയിങ്സിന് വേറൊരു അർത്ഥമാണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക. ഈ സാബു തന്നെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ സാബു 10,000 രൂപയും 5,000 രൂപയുടെ ഗുഡ്സും കമ്പനിയിലേക്ക് നിക്ഷേപിച്ചു, ക്യാപിറ്റലായിട്ട് നിക്ഷേപിച്ചു. ഒരു 5 മാസത്തിന് ശേഷം 2,000 രൂപ ക്യാഷും 1,000 രൂപയുടെ ഗുഡ്സും ഈ സാബു തന്നെ, ഈ ഓണർ തന്നെ കമ്പനിയിൽ നിന്ന് എടുത്തു. അന്നേരം നമുക്ക് വെറുതെ അത് രേഖപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല, അതെല്ലാം രേഖയിൽ കാണിക്കണം. അപ്പം ആ 2,000 രൂപയും ഈ 1,000 രൂപയുടെ ഗുഡ്സിനെയുമാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ്സ് എപ്പോഴും ക്യാപിറ്റലിൽ നിന്ന്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് എപ്പോഴും ലെസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡ്രോയിങ്സ് റെഡ്യൂസസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ 15,000 രൂപയുടെ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് 3,000 രൂപയുടെ സാധനം അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് അത് കുറഞ്ഞു. അപ്പോൾ മൊത്തം ഇപ്പോൾ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 12,000 രൂപയുണ്ട്. ഈസി അല്ലേ? അടുത്ത വാക്കിലേക്ക് പോകാം. ലയബിലിറ്റീസ്. മൂന്നാമത്തെ വാക്കാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ സാബുവിൻ്റെ ബിസിനസ്. ഈ സാബുവിൻ്റെ ബിസിനസ് ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചു. 50,000 രൂപ ലോണായിട്ട് മേടിച്ചു. അപ്പം ഈ ലോണിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസിന് നമുക്ക് മലയാളത്തിൽ ബാധ്യത എന്ന് പറയാൻ പറ്റും. 50,000 രൂപ ഇപ്പോൾ സാബുവിൻ്റെ കമ്പനി ഒരു ബാധ്യതയിലാണ് അല്ലേ, ബാങ്കുമായിട്ട് ഒരു ബാധ്യതയിലാണ്. ഈ ലയബിലിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, നോൺ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റീസും. ഈ വാക്ക് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം, കറണ്ട് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നതും നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല കുറച്ച് കഴിഞ്ഞ്, അങ്ങനെയാണ് നോൺ കറണ്ടിൻ്റെ അർത്ഥം. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പം ഒരു വർഷത്തിനകം ഈ ബാധ്യത അടച്ചു തീർക്കണം അല്ലെങ്കിൽ ആ ലോൺ പൈസ കൊടുത്തു തീർക്കണം. അതിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം പൈസ അടച്ചാൽ മതി, കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാധ്യത. ഈ ബാധ്യതയെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം, നോൺ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റീസും. നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം നമുക്ക് പൈസ അടച്ചാൽ മതി. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനകം തന്നെ പൈസ അടച്ച് തീർക്കണം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് അസറ്റ്സ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ ആദ്യത്തെ വേർഡിൽ തന്നെ ക്യാപിറ്റലിനകത്ത് തന്നെ നമ്മൾ അസറ്റ്സ് കേട്ടു. അപ്പോൾ നമുക്ക് അസറ്റ്സ് എന്തുവാന്ന് നോക്കാം. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ആസ്തി അല്ലെങ്കിൽ സമ്പാദ്യം. പക്ഷേ നമുക്ക് ഇച്ചിരി ഡെപ്ത് ആയിട്ട് അതൊന്ന് മനസ്സിലാക്കാം. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് റിസോഴ്സ് ഓഫ് ബിസിനസ്. എക്കണോമിക് റിസോഴ്സ്, എക്കണോമിക് എന്ന് പറഞ്ഞാൽ പൈസ സംബന്ധമായിട്ട് അല്ലേ, ക്യാഷ് സംബന്ധമായി, പണം സംബന്ധമായിട്ട്. ഈ പണം സംബന്ധമായിട്ടുള്ള റിസോഴ്സ്, ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ആണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഈസി ആക്കി കഴിഞ്ഞാൽ ഹെൽപ്പ് ഇൻ ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കാൻ സഹായിക്കുന്ന എന്തിനേയും നമുക്ക് അസറ്റ്സ് എന്ന് വിളിക്കാം. അസറ്റ്സിന് 3 ടൈപ്സ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കി. നോൺ കറണ്ട് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ വിൽപ്പനയ്ക്കല്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാം. എങ്ങനെയാണെന്നല്ലേ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലാൻഡ്,
ഭൂമി, ഈ സാബു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഭൂമി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഫർണിച്ചർ വാങ്ങിച്ചു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ഇതൊന്നും ആ വർഷം തന്നെ വിറ്റുപോകേണ്ടതല്ല. ഇതൊക്കെ ആ കമ്പനി അതും കൊണ്ട് ഇപ്പം ലാൻഡ് ഉണ്ടായാലേ നമുക്ക് മെഷീനറി അവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. മെഷീനറി അവിടെ വെച്ചാലേ നമുക്ക് ഉൽപ്പാദനം നടത്താൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം ലാൻഡ് പ്രയോജനപ്പെട്ടതാ, അസറ്റ്സ് തന്നെ അല്ലേ? അതുകൊണ്ട് നമുക്ക് എക്കണോമിക് റിസോഴ്സ് ഉണ്ടാക്കാം. പക്ഷെങ്കിൽ അത് വിൽപ്പനയ്ക്കല്ല. അതിനെയാണ് നമ്മൾ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉപയോഗപ്രദമാകും. നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മെഷീനറി കേടായിപ്പോയി, അന്നേരമായിരിക്കും ചിലപ്പോൾ നമ്മളത് വിൽക്കുന്നത്. അല്ലാതെ അത് വിൽക്കാൻ വേണ്ടി നമ്മൾ മേടിച്ച് വയ്ക്കുന്നതല്ല ലാൻഡും, അല്ലേ? അടുത്തതായിട്ട് കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായി അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെരുപ്പിൻ്റെ മാനുഫാക്ചറിങ്, ഈ സാബു എന്ന് പറയുന്ന ആൾ ചെരുപ്പിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് ഈ ചെരുപ്പ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് മേടിക്കും, അതായത് റബ്ബർ. അപ്പം ഈ റബ്ബർ മേടിച്ചിട്ട് ചുമ്മാ വെച്ചേക്കുകയല്ല, അതിനെ പെട്ടെന്ന് എന്തോ ആക്കി മാറ്റണം, ചെരുപ്പാക്കി മാറ്റണം. ചെരുപ്പാക്കി മാറ്റിയിട്ട് എന്തോ ചെയ്യണം, അത് വിൽക്കണം, അല്ലേ? അത് വിറ്റാലേ എന്തോ ആയി മാറത്തുള്ളൂ, ക്യാഷ് ആയിട്ട് കൺവേർട്ടായി. അല്ലാതെ അത് സൂക്ഷിച്ച് വയ്ക്കാനുള്ളതല്ല. അപ്പോൾ നമുക്കതിനൊരു നല്ലതൊരു എക്സാമ്പിൾ കിട്ടി, ഗുഡ്സ്. അത് പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്റ്റീഷ്യസ് അതായത് മൂന്നാമത്തെ ടൈപ്പാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സിനെ നമുക്ക് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ പറ്റും. ഇത് മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ നല്ല വിശദമായിട്ട് പറയാം. ഇപ്പം ഞാൻ അത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുകയാണ്. നോൺ കറൻറ്റ് അസറ്റ്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഫിക്സഡ് അസറ്റും, രണ്ട് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും. ഓക്കെ, നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? നമുക്ക് പെട്ടെന്ന് വിൽക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനെ രണ്ടായിട്ട് തിരിച്ചു, ഫിക്സഡ് അസറ്റ്സും നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും. എന്താണ് ഫിക്സഡ് അസറ്റ്സ്? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭൂമി, ഓക്കെ, അത് ഫിക്സഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മെഷീനറി, ഇത് അവിടെ എവിടെയെങ്കിലും ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയോ അല്ലെങ്കിൽ വിൽക്കാനോ അതല്ല ഉപയോഗിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ടൈപ്പാണ് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് ഷെയർ നമ്മൾ മേടിക്കും. ഷെയർ മേടിച്ചിട്ട് അന്നന്ന് വിൽക്കുകയല്ല ചെയ്യുന്നത്. നോൺ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ട്, ആ ഷെയർ സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മൾ അടുത്ത ഷെയർ മേടിക്കും. അങ്ങനെയാണല്ലോ ഷെയറിൻ്റെ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഷെയർസ്. ഓക്കെ, ഈ ഫിക്സഡ് അസറ്റ്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്സും, രണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സും. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ തൊടുവാനോ സാധിക്കും. ഓക്കെ, അപ്പം മെഷീനറി നമുക്ക് കാണുവാനോ തൊടുവാനോ സാധിക്കുന്നതാണ്, അല്ലേ? അത് ഫിക്സഡ് ആയിട്ട് നമ്മളൊരു സ്ഥലത്തും വയ്ക്കുന്നതാണ്. പിന്നെ കമ്പ്യൂട്ടർ നമ്മുടെ എല്ലാ ബിസിനസ്സിനും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ കമ്പ്യൂട്ടറിനെ നമുക്ക് ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ആണ്, അല്ലെങ്കിൽ നോൺ കറൻറ്റ് അസറ്റ്സ് ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് എന്തുമായിട്ട് വിളിക്കാം? ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട്, കാണാനും തൊടുവാനും സാധിക്കും. അപ്പോൾ ഫിക്സഡ് അസറ്റ്സിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടുവാനോ കാണുവാനോ സാധിക്കത്തില്ല. അയ്യോ, അപ്പോൾ സാർ അതെന്തോ അസറ്റ്, അത് മനസ്സിലായില്ലല്ലോ. ഓക്കെ, നമുക്ക് ഒരു സോഫ്റ്റ്വെയർ മേടിച്ചു. ഈ കമ്പനിയുടെ ആവശ്യത്തിനായിട്ട് ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മേടിച്ചു. അത് നമുക്ക് തൊടുവാൻ സാധിക്കുമോ ആ സോഫ്റ്റ്വെയറിനെ? ഇല്ല, അത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുകയാണ്. നമ്മളത് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ബിസിനസ് ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യും. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഒരു 10 വർഷം കഴിഞ്ഞ് നല്ല ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, ഈ കമ്പനി നല്ല ഗുഡ്വില്ലുള്ള കമ്പനിയാണ്, ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് സാധനം മേടിച്ചാൽ അത് നല്ല സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഗുഡ്വിൽ ഇല്ലാത്ത കമ്പനി ആകുമ്പോഴോ, അയ്യോ ഇത് മുളക് പൊടിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടിയപ്പൊടി തരുന്നതാണ്, ഇതിന് നല്ല ഗുഡ്വില്ലില്ല. കാര്യം പിടികിട്ടിയോ? ഗുഡ്വില്ലിൻ്റെ അർത്ഥം മനസ്സിലായോ? ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമ്പാദ്യമാണ്, പക്ഷെങ്കിൽ അത് കാണുവാനോ തൊടുവാനോ സാധിക്കില്ല. പേറ്റൻറ്റ്, നമ്മളിപ്പോൾ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞിട്ട് അത് പേറ്റൻറ്റ് റൈറ്റിന് കൊടുക്കും. പേറ്റൻറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആരും അതിന് കോപ്പി അടിക്കാൻ പാടില്ല. അപ്പം അതിനെയാണ് നമ്മൾ പേറ്റൻറ്റ് റൈറ്റ് എന്ന് പറയുന്നത്. അത് തൊടുവാനോ കാണുവാനോ സാധിക്കത്തില്ല, പക്ഷേ അങ്ങനെ ഒരു റൈറ്റ് നമുക്കുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാം, അതൊരു അസറ്റാണ്. അടുത്തതാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാബുവിൻ്റെ കമ്പനി ബാബുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഓക്കെ, 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് സാബു പറഞ്ഞു, ഈ പൈസ 3 മാസത്തിനകം തിരിച്ചു തരാം, ഞാൻ ഇപ്പം തരാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ 3 മാസത്തിനകം തിരിച്ചു തരാം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ബാബു എന്ന് പറയുന്ന വ്യക്തി സാബുവിൻ്റെ കമ്പനിക്ക് ഒരു ക്രെഡിറ്ററാണ്. ഓക്കെ, മനസ്സിലായോ? സാബുവിൻ്റെ കമ്പനി ബാബുവിൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപയുടെ സാധനം കടം വാങ്ങിച്ചു.
ഓക്കെ, പൈസ കൊടുത്തല്ല വാങ്ങിച്ചേ, കടം വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു 3 മാസത്തിനകം ഞാൻ തിരിച്ചു തരാം, ഈ പൈസ, ഈ 10,000 രൂപ തിരിച്ചു തരാം. അപ്പം ബാബു എന്ന് പറയുന്നത് സാബുവിൻ്റെ കമ്പനിക്ക് ഒരു ക്രെഡിറ്ററാണ്. കാര്യം പിടികിട്ടിയോ? അങ്ങനെ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. നിങ്ങൾ മറന്നു പോയത് ആ വാക്ക്, ക്രെഡിറ്റ് പർച്ചേസ്, കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അപ്പം ഈ സാബുവിൻ്റെ കമ്പനിക്ക് ബാബു ഒരു ലയബിലിറ്റിയാണ്, ഒരു ബാധ്യതയാണ് അല്ലേ? എപ്പോഴും ഈ 3 മാസത്തിനകം തിരിച്ചു അടയ്ക്കേണ്ടതായതുകൊണ്ട് ഒരു ബാധ്യതയാണ്, ഒരു ലയബിലിറ്റിയാണ്, ഒരു ബേർഡനാണ് അല്ലയോ? നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇത് 1 വർഷത്തിനകം നമ്മൾ തിരിച്ചടയ്ക്കാമെന്നാണ് പറഞ്ഞത്. ഈ സാബു പറഞ്ഞത് 3 മാസം കൊണ്ട് ഇത് ഞാൻ തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിതിനെ എന്തോയിട്ട് വിളിക്കാം? കറൻറ്റ് ലയബിലിറ്റി എന്ന് വിളിക്കാം. മറന്നു പോരുത്, കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 വർഷത്തിനകം ഞാൻ തിരിച്ചടയ്ക്കാം എന്ന് പറയുന്നതിനെയാണ് കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വാക്കിലേക്ക് പോകാം. ഡെറ്റേഴ്സ് കുട്ടികളെ DEBTORS ആണ്. അപ്പം ഡെപ്റ്റേഴ്സ് അല്ല, ഡെറ്റേഴ്സ് ആണ്. ബി സൈലൻ്റ് ആണ്. ഓക്കെ, ബി സൈലൻ്റ് ആണ്. അപ്പം നമ്മളെങ്ങനെ ഉച്ചരിക്കുന്നത്? ഡെപ്റ്റേഴ്സ് അല്ല. പല കുട്ടികളും തെറ്റിക്കുന്നതാണ്, ഡെപ്റ്റർ എന്ന് പറയും. ഡെപ്റ്റർ അല്ല, ഡെറ്റേഴ്സ്. ഓക്കെ, ഈ സാബുവിൻ്റെ കമ്പനി ഷിബു എന്ന് പറയുന്ന വേറൊരാൾക്ക് 50,000 രൂപയുടെ, ഇപ്പം ചെരുപ്പിൻ്റെ കമ്പനി ആയിരുന്നല്ലോ, 50,000 രൂപയുടെ ചെരുപ്പ് മാനുഫാക്ചർ ചെയ്ത് വിറ്റു. അപ്പോൾ ഷിബു പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിൽ ഇപ്പം പൈസയില്ല, ഞാനൊരു 5 മാസത്തിനകം തിരിച്ച് നിങ്ങൾക്ക് പൈസ തരാം. അപ്പം സാബു പറഞ്ഞു, ഓക്കെ, അങ്ങനെ നമുക്ക് എഗ്രിമെൻറ്റ് വയ്ക്കാം. അപ്പം ഷിബു എന്ന് പറയുന്ന ആൾ 5 മാസത്തിനകമേ പൈസ തരത്തുള്ളൂ. അപ്പോൾ ഷിബു എന്ന് പറയുന്നത് സാബുവിൻ്റെ കമ്പനിക്ക് എന്തോ ആണ്? കറൻറ്റ് അസറ്റാണ്. 1 വർഷത്തിനകം തന്നെ നമുക്ക് ആ പൈസ കിട്ടും. ഓക്കെ, ജനറലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം കറൻറ്റ് അസറ്റാണ്. ഓക്കെ, മറന്നു പോരുത്, കറൻറ്റ് അസറ്റ്. മറ്റേത് കറൻറ്റ് ലയബിലിറ്റി. അപ്പം നമുക്ക് ഇത് കിട്ടാനുള്ള പൈസ ആയതുകൊണ്ടാണ് കറൻറ്റ് അസറ്റ് ആവുന്നത്. കൊടുക്കാനുള്ള പൈസ ആകുമ്പം അതൊരു ബാധ്യതയാണ്, കറൻറ്റ് ലയബിലിറ്റി വരും. ഓക്കെ, ഈ 50,000 രൂപയുടെ സാധനം സാബു ഷിബുവിന് വിറ്റതുകൊണ്ട്, അത് കടത്തിൽ വിറ്റതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയണം. ഈ 5 മാസത്തിനകമേ നമുക്ക് ഷിബുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടത്തുള്ളൂ. അപ്പം ഷിബു എന്ന് പറയുന്നത് ഒരു ഡെറ്ററാണ്, സാബുവിൻ്റെ കമ്പനിക്ക് ഒരു ഡെറ്ററാണ്. ഓക്കെ, 50,000 രൂപയുടെ സാധനം കടത്തിന് വിറ്റതുകൊണ്ട് അതിനെ നമുക്ക് ക്രെഡിറ്റ് സെയിൽ എന്നും പറയാം. ഓക്കെ, എന്താണ് ക്രെഡിറ്റ് സെയിൽ? നിങ്ങൾ മറന്നു പോകരുത്, ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് ക്യാപിറ്റൽ, പിന്നെ ഡ്രോയിങ്സ്, പിന്നെ ലയബിലിറ്റീസ്, പിന്നെ അസറ്റ്, പിന്നെ ക്രെഡിറ്റേഴ്സ്, പിന്നെ ഡെറ്റേഴ്സ്. അപ്പം 6 വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.